ആത്മബന്ധു, ഈ ജീവിതം എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ ഒരു പ്രഭാതത്തെ, നന്നേ പ്രഭാതത്തെ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കൂ. നിത്യവും നിങ്ങളുടെ വാതിലിന് പുറത്ത് സൂര്യപ്രകാശം എത്തുന്നുണ്ട്. സൂര്യപ്രകാശം എത്തുന്നതറിയിക്കുവാൻ ചില പക്ഷികൾ, പല പക്ഷികൾ പറന്നെത്താറുണ്ട്. അവർ പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ചെവിയോർത്താൽ മാത്രം, ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നാൽ മാത്രം ആ ഭാഷ നമുക്ക് മനസ്സിലാകും. അവർ പറയും, അവർ ചിലപ്പോൾ നമ്മളെ കേൾക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ചെപ്പുകളിലെവിടെയോ സൂക്ഷിച്ചു വെച്ച വേദനകൾ മെല്ലെ മെല്ലെ കൊത്തിയെടുത്ത് പറന്നു പോകും. നിത്യവും ഈ സൂര്യൻ മലമുകളിൽ ഇങ്ങനെ ഉദിച്ചുയരുന്നത് എന്തിനായിരിക്കും? എന്നോട് പറയുകയല്ലേ, നമ്മളോട് പറയുകയല്ലേ, ഓരോ അസ്തമയവും ഓരോ ഉദയത്തിലേക്കുള്ള വഴിയാണ് എന്ന്. ആ വഴികളിൽ കൈകോർത്ത് പിടിച്ച് സഞ്ചരിക്കുവാൻ നമുക്ക് ചുറ്റും എത്രയെത്ര ആത്മബന്ധുക്കൾ, സ്നേഹം കാക്ഷിക്കുന്നവർ, നന്മയെ മാത്രം അറിയുന്നവർ, സുമനസ്സുകൾ. അന്വേഷിച്ചാൽ, കണ്ണുകൾ തുറന്ന് കാണാൻ ശ്രമിച്ചാൽ, ചെവികളിൽ ആ മധുര ഗാനാലാപനം കേൾക്കാൻ ശ്രമിച്ചാൽ ഇപ്പോഴും എപ്പോഴും കേൾക്കാനാകും. അതൊക്കെയും ഒന്നും കഴിഞ്ഞു പോവുകയല്ല, ഒന്നും അവസാനിക്കുകയല്ല. ഓരോ ദിവസവും നമ്മൾ തുടങ്ങുകയാണ്. ഇതൊരു തുടക്കമാണ്, പുതുമയാണ്. ജീവിതം എന്നത് നമ്മളെ സദാ സ്വാഗതം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് മാത്രമേ വേണ്ടൂ, എന്നെക്കൊണ്ടാകും, എന്നെക്കൊണ്ട് സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി കൈകൾ ഈ പ്രകൃതിയിലേക്ക് തുറന്നു പിടിച്ച് അവനവനെ തന്നെ അറിയുക. അവിടെയുണ്ട് ഈശ്വരൻ, രൂപമില്ലാതെ, ശബ്ദമില്ലാതെ, എന്നാൽ സദാ സാന്നിധ്യമായി, ചൈതന്യമായി. നീ പറയും വാക്കുകളിലെല്ലാം, നീ കേൾക്കും വാക്കുകളിലെല്ലാം ആ ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ സദാ ഒളിപ്പിച്ചു വെക്കുകയും എന്നാൽ വേണമെന്നുള്ളപ്പോഴൊക്കെ തുറന്നു കാട്ടുകയും ചെയ്യുന്നത് ഈ പ്രകൃതിയാണ്, ഈ മായയാണ്. അനേക കോടി കാതങ്ങൾക്കപ്പുറത്ത് നിന്ന് സൂര്യനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു പ്രകാശരശ്മിക്ക് ഈ ഭൂമിയെ സ്പർശിക്കുവാനാകുന്നുവെങ്കിൽ, എൻ്റെ കൊച്ചു വീടിനുള്ളിലേക്ക് വെളിച്ചത്തെ നിറച്ചു തരുവാനാകുന്നുവെങ്കിൽ, അകലെ ഏതോ മലകളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഒരു ചെറുപുഴയ്ക്ക് 1000 കാതങ്ങൾ താണ്ടി ആ സാഗരത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നുവെങ്കിൽ, നമ്മളിലുമില്ലേ അതേ ശക്തികൾ? ഏത് പ്രതികൂലമായ ഒഴുക്കിനെതിരെയും നീന്തുവാനുള്ള ശക്തി നമ്മുടെ മനസ്സിനില്ലേ? ആ മനസ്സൊന്നുണർന്നാൽ ഏത് ദുഃഖങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. എല്ലാറ്റിനും അക്കരെ ആ മനോഹരമായ തീരത്തെത്താൻ തീർച്ചയായും സാധിക്കും. പ്രതിസന്ധികളിൽ തളരുകയല്ല വേണ്ടത്. ഓരോ പ്രതിസന്ധികളും നമുക്ക് ലഭിക്കുന്ന പരിശീലനങ്ങളാണ്. ഓരോ പ്രതിസന്ധിയിലും, ഓരോ വേദനയിലും, ഓരോ തോൽവിയിലും നമ്മൾ പുതുതായി പഠിക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ പുതുതായി ആവിഷ്കരിക്കുകയാണ്. ആ മാറ്റങ്ങൾ നമ്മളെ നല്ല വ്യക്തിയാക്കും. പാകത വന്ന അനുഭവ ഗുണമുള്ള വ്യക്തി, ആ വ്യക്തിക്ക് എന്തിനേയും തരണം ചെയ്യാൻ ഒരു ശക്തിയുണ്ടാകും. ഈ പ്രഭാത സൂര്യൻ നമ്മളോട് പറയുന്നത്, പ്രഭാതത്തിലെ പക്ഷികൾ നമ്മളോട് പറയുന്നത് അതാണ്. നിനക്ക് സാധിക്കും, നമുക്ക് സാധിക്കും, തീർച്ചയായും. ആത്മബന്ധു, ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ.